ടേസ്റ്റി ടൂർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചക്ക കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കൊരു ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് എടുത്തിട്ട് ഇതുപോലെ അടുപ്പിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ചുട്ടെടുത്ത ഉണക്കമുളകും ചെറിയ ഉള്ളിയും ഒക്കെ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചക്ക വിസിലടിക്കുന്നുണ്ട് കുക്കറിൽ. മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി മിക്സിയുടെ ജാറെടുത്തിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പുളി ഇട്ടിട്ടുണ്ട് ആദ്യം, പിന്നെ ഉണക്കമുളകും കൊച്ചുള്ളി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചക്കയും അതേപോലെ തന്നെ വെന്ത്, അപ്പോൾ അതൊന്ന് വറവിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാനു ഒന്നിവിടെ പുറത്ത് നമ്മളെ മയക്കുഴിയൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് കഞ്ഞിക്ക് കൊടുക്കാൻ വിചാരിച്ചു കണ്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇപ്പോൾ ഈ ചക്കൊക്കെ ആക്കി ചമ്മന്തിയൊക്കെ ആക്കി വെച്ചിട്ട് മയക്കുഴി നന്നാക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിലായ കാരണത്താൽ അതൊക്കെ വൈകി. മഴ പെയ്യുന്നതിൻ്റെ മുമ്പാണ് സാധാരണ എല്ലാ വർഷത്തും ശരിയാക്കൽ. എല്ലാ വർഷത്തെ പോലെ ക്ലീൻ ചെയ്ത് വെക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം വൈകി. അപ്പോൾ അതിനോടൊക്കെ ഇറങ്ങി നിൽക്കാണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ നല്ല വിടവുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ പുറത്ത് നിന്നിട്ട് തന്നെ അവനെല്ലാം മണ്ണും നല്ലോണം കോരി ക്ലീൻ ചെയ്താണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ശേഷം അവന് അതിൻ്റെ മേലേക്ക് ഇപ്പോൾ ചകിരിയൊക്കെ കൊണ്ട് കമത്തി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാ വർഷം ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഈ മഴക്കുഴി ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമം വന്നിട്ടില്ല. ഞങ്ങൾ ഒരു 2 മാസം എന്തായാലും ഞങ്ങൾക്ക് വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാകും. കുടിവെള്ളം എന്തായാലും ഈ കിണറ്റിൽ നിന്ന് കിട്ടില്ലായിരുന്നു. മറ്റേ ഉപയോഗത്തിനൊക്കെ നമ്മൾ കുഴൽക്കിണറിന് വെള്ളം എടുത്ത് ഉപയോഗിക്കും, പക്ഷേ കുടിവെള്ളം കിണറ്റിൽ തന്നെയാണ് ഉപയോഗിക്കൽ. അപ്പോൾ ഈ 2 മാസം ഞങ്ങൾ പുറത്തുനിന്ന് അടുത്ത അയൽവാസിയിൽ നിന്നൊക്കെയാണ് വെള്ളം എടുത്തിരുന്നത്. ഇപ്പോൾ ഈ മഴക്കുഴി ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ വെള്ളത്തിനൊരു ക്ഷാമമില്ല. കുറച്ച് കിണറ്റിൽ കുറവാണെന്ന് കണ്ടാൽ അപ്പോൾ എന്ത് ചെയ്യും, 1 മണിക്കൂർ കുഴൽക്കിണറിൻ്റെ മോട്ടറിൻ്റെ പൈപ്പ് നമ്മൾ ഈ മഴക്കുഴിക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ കിണറ്റിൽ നല്ല അടിപൊളി വെള്ളമാവും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് മൂടി വെച്ചു. പിന്നെ അത് നമ്മളെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ റെഡി ആയിട്ടില്ല. പൊളിച്ച് നോക്കുമ്പോൾ ആയി വരുന്നുള്ളൂ. കുറച്ചും കൂടെ ഒക്കെ ആവാണ്ട്, മേലെ കുറേ ശേലൊക്കെ കിടക്കണാണ്ട്. പിന്നെ ഈ ജാതിമരം ആദ്യമായിട്ട് കോടി അയച്ചാണ് പ്രാവശ്യം. 2 ഉണ്ടായത്. ഒന്ന് തേങ്ങട്ടപ്പോൾ ഓല അട്ടിപ്പോയി, വീണ് പോയി. അതിലുണ്ട്. അപ്പോൾ കിണറും ഇതവിടെ കിണറും ഈ കുയ്യും കൂടി ഒരു 5 മീറ്റർ ദൂരമേ ഉള്ളൂ. മഴക്കുഴിയും കിണറും കൂടെ 5 മീറ്ററേ ഉള്ളൂ ദൂരം. പക്ഷെ നല്ല ഉപകാരമാണ് അതുകൊണ്ട് കേട്ടോ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവൻ വന്നതിന് ശേഷം ഞങ്ങൾ അവന് കഞ്ഞും ചക്കയും ചമ്മന്തിയും കഴിച്ചു. ഞങ്ങൾ ചക്കയും ചമ്മന്തിയും കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊന്ന് ഉണ്ടാക്കി കഴിച്ചതന്നെ നോക്കണം, എന്നെങ്കിലേ അത് അറിയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ മഴയാണല്ലോ, രാവിലെ നല്ല മഴയായിരുന്നു. പിന്നെ മഴ വന്നിട്ട് മാറിയതാണ്. അപ്പോൾ മല്ലി കഴുകി ഉണക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മല്ലി കഴുകിക്കാണ്ടൊന്ന് മെഷീനിലിട്ട് ഉണക്കാമെന്ന് പറഞ്ഞാണ്ട് മല്ലി കഴുകി. അപ്പോൾ കഴുകിക്കാണ്ട് വരികാണ്ട് ഒരു കോട്ടൻ്റെ ഷോളാണ് എടുത്തിട്ടുള്ളത്. 2 മടക്കിലിട്ടിട്ട് അതിലേക്ക് മല്ലി കൊട്ടി കൊടുക്കുക. സാധാരണ ഞാൻ എടുക്കലത് തലയണ കവറോ അല്ലെങ്കിൽ ഒരു മാക്സിയോ, പഴയ മാക്സി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം കെട്ടിയിട്ട് മറ്റേ ഭാഗത്തിട്ടിട്ട് അങ്ങനെ കെട്ടി വെക്കലാണ്. തലയണ കവറാണെങ്കിൽ പിന്നെ പെട്ടെന്നുണ്ട്, ഒരു ഭാഗം ഇട്ടിട്ടാണ് കെട്ടിയിട്ട് അതിക്ക് മെഷീൻ കണ്ടിട്ട് കൊടുത്താൽ മതി ഉണക്കാൻ. ഇതിലിട്ടിട്ട് അതുപോലെ 4 ഭാഗം ഇങ്ങനെ ഞെറിഞ്ഞിട്ട് പിടിക്കുക. 4 ഭാഗം നന്നായി കയ്യിൽ പിടുത്തം കിട്ടണം കേട്ടോ. ശരിക്കും പിടുത്തം കിട്ടിയെങ്കിൽ മല്ലി പോവാതൊക്കെ ഉള്ളൂ. ഒരു ഭാഗം വിട്ടാൽ പിന്നെ മല്ലി മെഷീൻ്റെ ഉള്ളിൽ ആകെ പോകും. അപ്പോൾ പിന്നെ നമുക്ക് പണിയാവുക. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒരു ഞെറിഞ്ഞെടുത്താൽ എന്നിട്ട് ആ ഷോളിൻ്റെ ഒരു തല കൊണ്ട് തന്നെ നമുക്കത് കെട്ടി കൊടുത്താൽ മതി. അങ്ങനെ നല്ലോണം അങ്ങോട്ട് പിടുത്തം കിട്ടണം. അങ്ങനെ നല്ല രൂപത്തിൽ പിടിച്ചെടുക്കുക. എന്നിട്ട് ആ ഷോളിൻ്റെ ഭാഗം വെച്ചിട്ട് കെട്ടിയിട്ട് മെഷീനിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ഉണക്കിയെടുത്താൽ മതി. ഞാനൊരു 5 മിനിറ്റൊക്കെ ഇട്ടുള്ളൂ കേട്ടോ, അത് മതി. അത്ര തന്നെ, അപ്പം തന്നെ നന്നായി ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതിൽ വന്നിട്ടിട്ട് ഒന്ന് തിരിച്ച് കൊടുക്കുകയാണ്. ഒന്നിച്ച് തിരിച്ച് വിചാരിച്ചിട്ട് 5 മിനിറ്റ് ഉണക്കിയിട്ടുള്ളത് കണ്ട നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഈർപ്പേ ഇല്ല. പിന്നെ അതൊന്ന് വെയിലത്തണ്ടിട്ടും കൂടെ ചെയ്താൽ നല്ല ഉഷാറായി കിട്ടും. വെയിൽ കുറവാണെന്ന്, നല്ല വെയിലില്ല.
പക്ഷെ എന്നാലും ഇത് മതി ഉണങ്ങി കിട്ടാൻ, ഉഷാറായി ഉണങ്ങി കിട്ടും. അപ്പോൾ അത് രണ്ടായിട്ടാണ് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഉണക്കിയെടുത്തത്. 3 കിലോ മല്ലിയുള്ളൂ. അപ്പോൾ അതിങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഉണക്കിയത് അതാ കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള പണിയൊക്കെ നേരത്തെ കഴിച്ച് വെക്കണം. മഴ പെയ്യണതിൻ്റെ മുമ്പൊക്കെ ചെയ്ത് വെക്കണം. പക്ഷേ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലായ കാരണം ഒന്നിനും പറ്റിയില്ല പ്രാവശ്യം. പക്ഷേ മുളകും ഞങ്ങൾ വന്നായിരത്തി തന്നെയാണ് ഉണക്കി. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം ഒരു വെയിൽ കിട്ടിയപ്പോൾ 2 ദിവസത്തെ വെയിൽ കിട്ടിയപ്പോൾ പിന്നെ വേഗം ഉണക്കി പൊടിച്ച് തന്ന്. മല്ലിമൊക്കെ ശ്രദ്ധിച്ചില്ല. പിന്നെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുറ്റത്ത് ഇങ്ങനെ നിന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിമൊക്കെ വന്നിട്ട് കുറേ ദിവസമായിക്കണം ഞാനിതിന് ഇങ്ങനെ നോക്കിയപ്പോൾ അത് എല്ലാവരും ചോദിക്കലുണ്ട് അടീനീൻ്റെ വിത്ത് എങ്ങനെ ഉണ്ടാവല്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടായ 2 കൊമ്പ് പോലുള്ളൊരു ഇതാണ് അടീനിയൊക്കെ വിത്ത് വരിക. ഇത് മൂത്ത് വരുമ്പോൾ 2 ഭാഗം ഇതിൻ്റെ റബ്ബറിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നൂല് വെച്ച് കെട്ടി കൊടുക്കുകയോ ചെയ്യുക. 3 മരത്തിലുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല പ്രാവശ്യം. സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് വന്നത്. ഇപ്പോൾ ഇത്ര വലുതായി നിൽക്കുന്നത് കണ്ടത് ഞാനിങ്ങനെ ഇപ്പം ഇന്ന് പുറത്തിറങ്ങിയപ്പോഴാണ്. അതുവരെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ചോദിക്കലുണ്ട് അടീനീൻ്റെ തൈയൊക്കെ. അപ്പോൾ ഇത് വിത്ത് ഇതാക്കിയിട്ട് നമുക്ക് തൈയാക്കിയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് കൂർക്ക് അതേപോലെ കൊണ്ടുവന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മണ്ണിലിട്ടായിരുന്നു. അപ്പോൾ അത് നന്നായി ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വെക്കണം. അതേപോലെ തന്നെ ഇത് കൊള്ളിക്കേങ്ങാണ്, അതും നമുക്ക് മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ പറിച്ച് വെക്കുന്ന ടൈമായല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെക്കാനുള്ളതാണ്. അപ്പോൾ ഗിരി മല്ലി ചിക്കൽ കഴിഞ്ഞ് നന്നായി ചിക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെടിയുടെ അവസ്ഥ ഒന്നും പറയണ്ട. ഇത് കണ്ടില്ല, ഒക്കെ കൂടെ ഒരേ ഭാഗത്ത് കൂട്ടി വെച്ചിട്ട് നനക്കും നല്ലാതെ വെയിൽ കൊള്ളാതായിട്ട് ചെടി നമ്മളെ ബോഗൻവില്ലൊക്കെ എന്താ പറയുക, ആകെ ക്ഷീണിച്ച പോലെ ആയി. ഇത് കണ്ടോ ഇങ്ങനെ നീളം വന്ന് ഇതായി. വെട്ടി കൊടുക്കായിട്ടൊക്കെ വെട്ടുന്ന സമയത്തൊക്കെ വെട്ടിയില്ല. മഴൻ്റെ മുമ്പൊന്ന് വെട്ടി കൊടുക്കേണ്ടിരുന്ന ഒന്നും ചെയ്തില്ല. ഇവിടെ ഇങ്ങനെ സിറ്റൗട്ടിൻ്റെ ഒരു അരുവിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. എല്ലാം കൂടെ വെയിൽ കൊണ്ടുണ്ടാന്ന് എഴുതിയിട്ട് നനക്കാൻ വരുമ്പോൾ അവർക്ക് നനക്കാനും സുഖമാവല്ലോ വിചാരിച്ച് അങ്ങനെ കൊണ്ടുവന്ന് എപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ആരെങ്കിലും വരുമ്പോൾ കിക്കാക്കാനോട് പറയും ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ പിന്നെ പാമ്പ് വരും. വീടിൻ്റെ അടുത്ത് തന്നെ ആകുമ്പോൾ സിറ്റൗട്ടിലേക്ക് പാമ്പ് കയറണമെന്നും കാണില്ല. കാക്കാണെങ്കിൽ പാമ്പിനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ എന്നാൽ ഇന്ന് ഇതൊക്കെ ഒന്ന് മാനിനെ കൊണ്ട് മാറ്റി ഒപ്പിക്കാൻ വിചാരിച്ച് അതിനൊക്കെ കൂടെ വന്നതാണ് മാനിന്ന്. പിന്നെയാണെങ്കിൽ ചെടിയൊക്കെ ആകെ ഇതായി. വളമൊന്നും ഇപ്പോൾ ചേർക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ വെയിലത്തൊക്കെ എടുത്ത് വെക്കാനേ പറ്റുള്ളൂ. അപ്പോഴാണ് മൈലാഞ്ചി കൊമ്പും ബോഗൻവില്ലിൻ്റെ കൊമ്പും കൂടെ കരണ്ടിൻ്റെ കമ്പിയിൽ കയറിയിട്ടുണ്ട്. ഓരോ കമ്പിയിലേക്ക് തട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കമ്പിക്ക് തട്ടാനാവണുള്ളൂ. അപ്പോൾ പിന്നെ അതും കൂടെ ഒന്ന് വെട്ടിക്കാൻ വിചാരിച്ച്. അതാണ് വേഗം വെട്ടേണ്ടത്. അതിൽ അതിൻ്റെ 2 കൂടെ കൊളത്തിയാൽ അപ്പോൾ അത് വലിയ ഇതല്ലേ. അപ്പോൾ അതങ്ങനെ അവനെക്കൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടിച്ച് ക്ലീനാക്കുകയാണ്. അതുകൊണ്ട് വെട്ടി ശരിയാക്കി വെച്ചാൽ നമുക്കൊരു സമാധാനമല്ല. മറ്റേ ലൈനുമേലാകുമ്പോൾ ഇനി ആരെങ്കിലും ഇതിന്മേൽ പോയി തൊട്ടാലൊക്കെ പ്രശ്നം തന്നെയല്ലേ. പിന്നെ ലൈനിൻ്റെ ആൾക്കാർ വന്നാൽ പിന്നെ അവർ കണ്ണ് മൂക്കില്ലാത്ത വെട്ടലും ഒന്നിച്ച് വെട്ടിപ്പോവുമല്ലോ. അപ്പോൾ അതൊന്നും വേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നിച്ചത് വെട്ടിയിട്ട് ബാക്കി ഭാഗം പിന്നെ അങ്ങനെ ഒന്ന് മേലേക്ക് പിടിച്ചിട്ട് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. എല്ലാം കൂടെ കൂട്ടി പിടിച്ച് ഒന്നും കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യണം അവന്. ഏതായാലും ഭാഗ്യത്തിൽ നിന്ന് വലിയ മഴയില്ല. രാവിലത്തെ മഴ കണ്ടപ്പോൾ വിചാരിച്ചിരുന്നു ഇന്ന് എപ്പോഴും മഴ തന്നെ ആവുന്നു. പിന്നെ എന്തേന്നാവും പിന്നെ വെയിലായി. അൽഹംദുലില്ലാ. അപ്പോൾ അവൻ കയറ് വലിച്ച് കെട്ടുകയാണ് അവിടെ. അങ്ങനെ നന്നായി ഒന്നാണ് കെട്ടാൻ. അത് മൈലാഞ്ചി തണ്ട വെട്ടിയത് കുറേ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ചെല്ലാം ഊരിയെടുക്കാൻ നമുക്ക് എണ്ണ കാച്ചാനും കയ്യിലിടാനൊക്കെ എഴുതിയിട്ട് ഊരിയെടുക്കുകയാണ് കുറച്ച്. ബാക്കി പിന്നെ എല്ലാവരും കൊണ്ടുപോയി. പിന്നെ ഏലക്കിൻ്റെ ആവശ്യത്തിനും കൊമ്പ് കുത്താനൊക്കെ കൊണ്ടുപോയി. ഇപ്പോൾ കൊമ്പ് കുത്തിയാൽ പിടിക്കുന്ന സമയമാണല്ലോ, മൈലാഞ്ചി അല്ലേ, എല്ലാവർക്കും ആവശ്യമുള്ള മുതലുമാണ്. എല്ലാം ചോക്കണ മൈലാഞ്ചിയാണ് ഇത് കേട്ടോ. മൈലാഞ്ചിൻ്റെ കായാണിത് കണ്ടോ, നല്ലോണം കായ്ച്ചിട്ടുണ്ട് പ്രാവശ്യം മൈലാഞ്ചി മരം. അപ്പം അങ്ങനെ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവന് ഇതിൻ്റെ ബോഗൻവില്ലിൻ്റെ ചട്ടിയൊക്കെ തമ്മിൽ അതിലൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ചട്ടി എടുത്തിട്ട് അതിലെ പുല്ലൊക്കെ പറിച്ച് ചട്ടിയൊക്കെ ഒന്ന് അടിച്ച് ശരിയാക്കി മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്നും കൊണ്ടുവന്ന് നിൽക്കുക. അപ്പോൾ അതിൻ്റെ തൂമ്പലൊക്കെ ഇങ്ങനെ ഞാൻ വല്ലാതെ തൂങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നല്ലോണം തൂങ്ങിയിട്ടതൊന്നിങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കാമെന്ന് ചെയ്യുള്ളൂ, അല്ലാതെ ചെയ്യണില്ല. എന്താ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയ സമയമല്ല. അതുകൊണ്ട് എത്ര വലിയ തൈയാണെന്നുണ്ടെങ്കിലും അത് പിന്നെ നമുക്ക് മഴ വന്ന് കേടൊന്ന് പോകുമെന്നുള്ളൊരു പേടിയാണ്. പൂവ് ചിലതിലൊക്കെ ഉണ്ട്. പൂവിൻ്റെ കളറേ മാറിക്കണം ചട്ടിയിൽ ഇരിക്കുന്നതൊക്കെ. ഇതൊക്കെ ആകെ നീണ്ട് തണ്ട പോണത്.
വലിയ അതേക്കണം. ആ പൂവിൻ്റെ ഒക്കെ ഒഴിവാക്കണം, ഒക്കെ വെട്ടാനുള്ളതാണ് അത്. ഇപ്പോൾ ഏതായാലും ഒക്കെ ക്ലീൻ ചെയ്തിങ്ങനെ മതിലിൽ നിരത്തി വെക്കുക എന്നുള്ളതിനുള്ളൂ. അപ്പോൾ താഴെയുള്ള ചട്ടീൻ്റെ പൂവൊക്കെ അങ്ങനെ ഒന്ന് നുള്ളി കൊടുക്കുകയാണ്. ഉണങ്ങിയ പൂവാണ് ഇതൊക്കെ. ഇതൊക്കെ ഒന്നിങ്ങോട്ട് ഒഴിവാക്കി മരം ഒന്നിങ്ങോട്ട് വൃത്തിയാക്കി വെക്കുക, അത്രേ ഉള്ളൂ. നല്ലോണം അങ്ങോട്ട് പന്തലിച്ച് നിൽക്കണ്ട ഒക്കെ മൊത്തം ഇതായി എന്നാൽ പോലെ ആരോഗ്യമില്ലാത്ത പോലെ ആയൊക്കെ. എല്ലാ ചെടിയും ഒരേപോലെ തന്നെ ആയിട്ട്. അപ്പോൾ എല്ലാം അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒതുക്കി മാറ്റി വെക്കുകയാണ്. ഇതുണ്ട് അതൊക്കെ ഉണ്ട്, വളർത്ത പോലെ ഉണ്ട് ചെടിയൊക്കെ. ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതിനാണ്. ഇവിടെ നിന്നൊക്കെ മാറ്റാണ്. ഈ പാമ്പിൻ്റെ ഇവിടെയൊക്കെ ഇടയ്ക്ക് എപ്പോഴും പാമ്പിനെ കാണും ചെയ്യും. പിന്നെ കുറേ പ്രാവശ്യം പൊതുവേ നമുക്ക് പാമ്പുകളെ ഇത് കൂടുതലാണ്, ശല്യം എല്ലാവർക്കും. പല ഭാഗത്തും കുറേ ആളുകൾ മരണപ്പെട്ടൊക്കെ ചെയ്തല്ലേ. അപ്പോൾ പിന്നെ മല്ലി ഉണങ്ങിയപ്പോൾ ഗിരി പറഞ്ഞ് നമുക്ക് നഞ്ഞ് മല്ലി വറക്കം ഞാൻ തന്നെ പൊടിപ്പിച്ച് കൊണ്ടുവരാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ കറിവേപ്പിൻ്റെ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഞാനും അവളെ വിത്തല ഇങ്ങനെ ഒന്ന് പോയി നോക്കിയതാണ്. കറിവേപ്പ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതും ഏത് ചെടിയാണെങ്കിലും നമ്മളെല്ലാം ശ്രദ്ധിച്ച് നിൽക്കണം. അതുകൊണ്ട് ഒക്കെ ഇലയൊക്കെ പോയി ഒരു സുഖമില്ലാത്ത പോലെയാണ് ഒക്കെ. അത് നല്ല ഇലയൊന്നുമില്ല. അപ്പം ഇനിയൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ശരിയാക്കി എടുത്തിട്ടാണ്. അപ്പോൾ പച്ചക്കറി വേസ്റ്റ് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നിർമ്മിപ്പിച്ച് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊന്നിനും ചെയ്യാനായിട്ടില്ല. ഇനിയിപ്പോൾ ഇവരോട് പറഞ്ഞിട്ടൊക്കെ ചെയ്യിക്കണം. പക്ഷെ എന്നാലും നമ്മളൊപ്പം വേണം കേട്ടോ. ഇതിൻ്റെ പഞ്ചായത്തിൽ നിന്നിട്ടൊരു മുളകും തൈയാണ്, ഒരു ഒറ്റ തൈയാണ്. അതിമൊക്കെയുള്ള മുളക് കണ്ടെങ്കിൽ നല്ലോണം മുളക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് കുളിപ്പിച്ചാണ് ഞാൻ ഒഴിച്ച് കൊടുക്കൽ. പിന്നെ മാനു കോഴിക്കോടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി കയറിയതാണ്. അതിൽ കോഴിക്കൾ ഭയങ്കര നല്ല വിളിയാണ്. അവർക്ക് ആളെ കൂട്ട് കയറിയപ്പോഴേ ഭയങ്കര ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ശരിയാക്കിയാണ്. അപ്പോൾ നമ്മളെ മല്ലി ഇതാ ഇവിടെ പിന്നെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. വായിലിട്ടൊക്കെ നല്ലോണം പൊട്ടുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് മല്ലിയാകുമ്പോൾ ഒന്ന് വറുത്ത് എടുക്കണമല്ലോ, വറുക്കാതെ പറ്റുമല്ലോ. വറുത്തെടുക്കുമ്പോഴല്ല നല്ല മല്ലിയിലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില പിന്നെ ജീരകം മാത്രമാണ് ഞാൻ മല്ലി പൊടിക്കുമ്പോഴല്ലിട്ട. അപ്പോൾ നല്ല ടേസ്റ്റാണ് മല്ലിക്ക്. ആ പൊടി ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്നിങ്ങനെ വറുത്തെടുക്കുകയാണ്. പെട്ടെന്ന് വറുത്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ശരിക്കും ആ കറിവേപ്പിലൊന്ന് വാടി കിട്ടേണ്ട താമസമുണ്ടോ, അത്രയൊന്നും സമയമില്ല. അപ്പോൾ ഉള്ളത് വറുത്തൊക്കെ. അപ്പോൾ മാനു ഇതാ പിന്നെ കൂട് ഒക്കെ വാരി റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഈർച്ചപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കൂട്ടിൽ. കോഴിക്കൊക്കെ നല്ല സന്തോഷമാണ് ഇങ്ങനെ ഈർച്ചപ്പൊടിയൊക്കെ കിട്ടുമ്പോൾ. അവർക്ക് നല്ല ചിക്കി ചകഞ്ഞ് കുളിക്കല്ല അതിൽ, അങ്ങനെയുള്ള ഒരു കുളിക്കൽ. മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് അതിലല്ലേ കുളിക്കൽ. അപ്പോൾ തൊടൊന്ന് പൈപ്പൊക്കെ വലിക്കാൻ കയറിയപ്പോൾ മത്തൻ്റെ വള്ളി ഒന്നിച്ച് കാട് പോലെ നിൽക്കുകയാണ്. മത്തൻ വള്ളി അതിൻ്റെ ഇടയിൽ 3 മത്തം കിട്ടിയിരുന്നു. ഒന്ന് ഇവർ കണ്ടപ്പം വിത്തിന് നിർത്തി തന്നെയായിരുന്നു. പക്ഷെ 3 ഇപ്പോൾ അത് ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ഇതാ. പിന്നെ ഇപ്പോൾ നമ്മളെ മല്ലി ഇതാ പൊടിച്ച് കൊണ്ടുവന്നിട്ടാ. ഇന്ന് തന്നെ പൊടിച്ച് കൊടുക്കും. ഇന്ന് തന്നെ കഴുകി ഉണക്കി പൊടിച്ച്, മഴ ആണെങ്കിലും നല്ല ഉസാറിൽ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടികളൊക്കെ നന്നായി ഒതുക്കി വെച്ചിട്ടുണ്ട് മാനു. ഇനിയിപ്പോൾ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. പിന്നെ വളമൊന്നും ചേർക്കാൻ പറ്റില്ല ഇപ്പോൾ നമുക്ക്, മഴ ആയ കാരണം. എന്നാലും ഇപ്പോൾ അത് വെയിലത്തൊക്കെ വന്നിട്ട് വെച്ചപ്പോൾ എനിക്ക് മനസ്സിന് റാഹത്തായിട്ടാണ്. അങ്ങനെയുള്ള നമ്മൾ സ്നേഹിക്കണ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗതികൾ ഇങ്ങനെയൊക്കെ കേടൊന്ന് ഒക്കെ ഇരിക്കണ കാണുമ്പോൾ ഒരു നല്ല രൂപത്തിലല്ലാതെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് മനസ്സിന് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് നല്ലൊരു സമാധാനം. ഇതൊക്കെ റെഡിയാക്കി ശരിയാക്കി ആയപ്പോൾ ഒരു ഡ്രാഗൻ ഇത് പഴുത്തെക്കണം. പക്ഷെ നല്ലോണം പഴുത്തിട്ടില്ല കേട്ടോ. ഡ്രാഗൻ കായ്ച്ചിട്ടുണ്ട് കുറച്ചൊക്കെ, പക്ഷെ പഴുത്തത് 2 അറുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ 3ാമത്താണ്. പിന്നെ ഇതൊക്കെ നല്ലോണം ഒതുക്കി കെട്ടി വെച്ചിട്ടുണ്ട് മാനം. ബോഗൻവില്ലയും പിന്നെ ചക്കപ്പഴത്തിൻ്റെ മരമൊക്കെ കൂടെ. മുറ്റം നിറയെ ചട്ടികളും ഇതൊക്കെ കൂടെ ആയി കിടക്കാനാണ്. ഇനിയിപ്പോൾ ഒക്കെ എന്തായാലും മഴക്കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്നെടുത്ത് മാറ്റി റെഡിയാക്കിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ചില കൊമ്പമ്മൊക്കെ ഇങ്ങനെ പൂവപ്പോഴുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇന്നത്തെ കഥകൾ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മഴ ഇങ്ങനെ പെയ്യലിറങ്ങി. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ.